ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി ബിജെപിക്കെതിരെ രൂപം കൊണ്ട ഇന്ത്യ മുന്നണിയുടെ വളരെ സുപ്രധാനമായ ഒരു യോഗം ഇന്ന് ചേരുകയാണ്. മുന്നണിയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ഇന്ത്യയിലെ എല്ലാ ദേശീയ നേതാക്കൾക്കും ഉള്ളതുപോലെ തന്നെ പ്രധാനമന്ത്രി പദവി മമതയ്ക്ക് ഒരു സ്വപ്നം തന്നെയാണ്. ഒരുപക്ഷെ അത് വെച്ച് നാളെ വീണ്ടും തന്റെ ബാർഗൈനിങ് പവർ കൂട്ടാൻ തന്നെയായിരിക്കും മമത ശ്രമിക്കുക. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ അവർ ഇന്ന് നടന്ന ഈ സുപ്രധാനമായ യോഗത്തിൽ പങ്കെടുക്കാതെയും ഇരുന്നത്. മമതാ ബാനർജി സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അവർക്ക് വേണമെങ്കിൽ ഡൽഹിയിൽ പോവുകയും യോഗത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യാം. കാരണം പശ്ചിമ ബംഗാളിലെ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇന്നത്തെ കാലത്ത് സാങ്കേതികമായി ഏറെ വളർച്ച പ്രാപിച്ചൊരു കാലത്ത് ഡൽഹിയിൽ നിന്നുകൊണ്ടും ബംഗാളിലെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ മമത എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ളത് അവരുടെ എതിരാളികൾ പറയുന്നത് പോലെ ഒരുപക്ഷെ മോദി പേടി കൊണ്ടാണോ അതോ നാളെ ലഭിക്കാൻ പോകുന്ന സീറ്റുകൾ വെച്ച് വിലപേശാനാണോ എന്നുള്ള കാര്യം ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു നേതാവ് തന്നെയാണ് മമതാ ബാനർജി.